ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞങ്ങളിന്ന് സിനിമയ്ക്ക് പോകട്ടോ. സിനിമയ്ക്കെന്ന് വെച്ചാൽ നമ്മുടെ മമ്മൂക്കയുടെ പുതിയ സിനിമ എന്നിട്ട് കളം കാവൽ ഇന്നലെ ഇറങ്ങിയിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട്. അപ്പം അത് കാണാൻ പോവാം. നല്ല റിവ്യൂ ഒക്കെ തന്നെയാണ്. അതായത് കാണാൻ പോവാം. എങ്ങനെയുണ്ടെന്നൊന്നും അറിയില്ല. അപ്പോൾ പോയിട്ട് 3 മണിക്കാണ് കേട്ടോ ഷോ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങുമ്പോൾ ഇച്ചിരി നേരം വയ്ക്കും. 2:30 ഇപ്പം തന്നെ 2:30 അങ്ങനെ ദേ കുഞ്ഞിലൊക്കെ ഇവിടെ റെഡിയായിരിക്കുന്നുണ്ട്. അതങ്ങനെ ഞങ്ങൾ അന്ന് പോയ മാളില്ലേ, അങ്ങനെ തന്നെ പോണം. അവിടെയാണ് ഷോ. അപ്പം അതെല്ലാം അങ്ങോട്ട് പോകണം കേട്ടോ. ഇനി അവിടെ എത്തിയിട്ട് കാണിച്ചത്. ഇപ്പോൾ ഭയങ്കര തിരക്ക്. അവിടെ കുണ്ടും കുഴി വെക്കില്ല. അത് കാരണം ഫോൺ ബ്ലറാവും. അതെല്ലാം ശരിക്കും കിട്ടില്ല. ഇനി അവിടെ എത്തിയിട്ട് കാണിച്ചത്. ഇപ്പോൾ ഇവിടെ കുറച്ച് ട്രാഫിക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ അത് ഭയങ്കര പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കും ഇവിടെ. അല്ലെങ്കിൽ തന്നെ പൊടിയൊക്കെ തന്നെയാണ്. നല്ല ട്രാഫിക് ഉണ്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇപ്പോൾ വെയിൽ കാണുന്നുണ്ട്. അല്ലെങ്കിൽ മഴയൊക്കെ ആയിരിക്കായിരുന്നു. ഇച്ചിരി വെയിലൊക്കെ കാണുന്നു. ഇപ്പോൾ 2 ദിവസമൊക്കെ ആയിട്ട് ഇച്ചിരി വെയിലൊക്കെ കാണുന്നുണ്ട് കേട്ടോ. തൊട്ടപ്പുറത്തേക്ക് കാണുന്ന റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. പിന്നെ ഇവിടെ മെട്രോ വന്നു. മെട്രോ സ്റ്റേഷൻ ഉണ്ട് ഇവിടെയൊക്കെ. ഇവിടെ എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എത്ര വന്നാലും എനിക്ക് ഇവിടെ ഒന്നും ഓർമ്മയില്ല കേട്ടോ. ഇവിടെ നമുക്കൊരു 5 മിനിറ്റ് ഇല്ല ചേട്ടാ വണ്ടിയിൽ. 5 മിനിറ്റ് അപ്പോഴേക്കും നമുക്ക് ഇവിടെ എത്തും. ഇതുമാതിരി വന്നു കഴിഞ്ഞു. ഇതൊക്കെ എന്തോ ഒരു ഓഫീസായിട്ടാണ്. എന്തില്ലാന്നൊന്നും അറിയില്ല. നമ്മളപ്പോൾ ഇവിടെ എത്തി. സമയം ഇപ്പം എത്ര മണിയായി? 3 മണിക്ക് അവിടെ തുടങ്ങും. ഇപ്പം എത്ര മണിയായാവാം കറക്റ്റ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ തന്നെ ആട്ടായിരുന്നു. നേരം വൈകിട്ട് തന്നെ എത്താം. തങ്കു അന്ന് കണ്ട പോലത്തെ കടകൾ ഇവിടെ വീട്. ട്രീ മാറിയിട്ടില്ലേ? അതേ അന്നത്തെ ട്രീ വീണ്ടുണ്ട് ഇവിടെ. ഇനി ഇവിടെ ക്രിസ്മസ് കഴിയണവരുണ്ടാവും. അതൊന്ന് രാത്രിയല്ല കണ്ടത്, നമുക്ക് പകല് കാണാവാ. കുഞ്ഞി ക്രിസ്മസ് ട്രീ വാ. അവിടെ മാനൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണേ. എത്ര മണിയായി ഇപ്പൊ? 2:50 ഇപ്പൊ തുടങ്ങുമോ? അത് നമുക്ക് പിന്നെ വന്നിട്ട് കണ്ടാൽ മതിയാ. അവിടെ നമുക്ക് രാത്രി ഇതൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോ കാണാം. നമുക്ക് എന്തായാലും കയറാം, സിനിമ കയറാം. നേരം വൈകി എന്തായാലും. അന്നത്തെ പോലെ തന്നെ. അന്ന് പക്ഷെ ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ലൈറ്റ് ഒന്നുമില്ല. പക്ഷെ ഭയങ്കര വലുതായിട്ടാണ് ഇത്. കുഞ്ഞിൽ ഇത് നോക്ക്. നോക്കി ട്രീ നോക്ക്. ക്രിസ്മസ് ട്രീ കുഞ്ഞിലെയാണെങ്കിൽ നോക്കിയിരിക്കുന്നത്. പക്ഷെ ഇത് ലൈറ്റ് ഉള്ളപ്പോഴാണ് കാണാൻ രസം. ഇങ്ങനെ കാണുന്നേക്കാളും രസം ലൈറ്റ് ഉള്ളപ്പോഴാണ്. എന്തായാലും സിനിമയ്ക്ക് കയറാം. നേരം വൈകി. ഇപ്പം 2:50 3 മണിക്ക് തുടങ്ങും. നമുക്ക് സിനിമയ്ക്ക് കയറാം. അപ്പം നമ്മൾ PVR കേട്ടോ സിനിമ കാണാൻ വന്നിക്കണം. അപ്പം നമ്മളുടെ ഏറ്റവും മേലെയാണ്. കുഞ്ഞിലി ആദ്യം പോകുന്നുണ്ട്. അപ്പം എന്തായാലും നമുക്ക് കയറാം. അപ്പം അവിടെ എന്തായാലും നമുക്കിനി കയറാം. അധികം തിരക്കില്ല. ബുക്ക് ചെയ്യണ നേരത്തെ അധികം തിരക്കുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ കയറുമ്പോൾ അറിയാം തിരക്കുണ്ടോ ഇല്ലയോ ആൾക്കാർ. നോക്കാം. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലെത്തിയിട്ടാ. ഞങ്ങളുടെ OD5 ഉള്ളിലാണ് ഇത്. പക്ഷെ അവിടെ ഓപ്പൺ അല്ല ഇപ്പം. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഓപ്പൺ ആക്കുള്ളൂ എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് അപ്പം ഇവിടെ കുറേ പേര് ഇരിക്കുന്നുണ്ട്. അത് അവിടെ ഉള്ള ഇവിടെ ഇരിക്കണവരൊക്കെ അങ്ങോട്ടുള്ളതാന്ന് തോന്നുന്നു. കാരണം ഇപ്പുറത്ത് ഷോ നടക്കുന്നുണ്ട്. അപ്പുറത്ത് നമ്മുടെ പിന്നെ ഇവിടെ കുറേ ഉണ്ട്. അപ്പുറത്തൊക്കെ ഉണ്ട് അല്ല ചേട്ടാ? അപ്പുറത്തൊക്കെ ഉണ്ട്. നമ്മുടെ എന്തായാലും 5-മത്തെ. കുറേ പേര് നമ്മളെ നോക്കുന്നുണ്ട് കേട്ടോ. ഇത് പുതിയതാണോ? പുതിയതല്ലേ? അപ്പം എന്തായാലും നമ്മൾ പിന്നെ വരുന്നത് അത് നമ്മൾ നാട്ടിൽ കാണും. നമ്മൾ നാട്ടിൽ കാണും. ഡിസംബർ 19 നാട്ടിലല്ലേ? അപ്പം നാട്ടിൽ കാണും. ഞങ്ങൾ ഈ 12-ാം തീയതി ഈ വരുന്ന 12-ാം തീയതി ഞങ്ങൾ നാട്ടിലേക്ക് പോകട്ടാ. അപ്പം ഡിസംബർ 19-ാം തീയതി തന്നെ പോവില്ലേ? ഇറങ്ങിയൊരു ഒരാഴ്ചക്കുള്ളിലൊക്കെ പോവുമായിരിക്കും. ചേട്ടൻ എപ്പോഴാണ് വരുന്നത്? ചേട്ടൻ നാട്ടിലുണ്ടെങ്കിൽ എന്തായാലും പോവും. ചേട്ടൻ നാട്ടിലുണ്ടാവും. ഡിസംബർ ന്യൂ ഇയർ കഴിയണ വരെ ചേട്ടൻ അവിടെ തന്നെയാണ്. അപ്പം എന്തായാലും പോവും.
പിന്നെന്താ കുഞ്ഞിന് ഇവിടെ ഒരു ആൻറ്റിയും മാമനും കണ്ടിട്ട് താറ്റ കൊടുത്തിട്ടാ. വലിയ ആള് വലിയ ഗമ്മ പിടിച്ചിരിക്കാണ്. ഇങ്ങനെ ഹായ് പറയാൻ പറഞ്ഞപ്പോ ഇങ്ങനെ ഹായ് പറഞ്ഞു കുഞ്ഞി. ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞേ ഹായ് ഹായ്. ഓക്കെ, ഇനി അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാണാം. നല്ല തിരക്കുണ്ട് ഇവിടെ. കയറി അപ്പം ഇൻ്റർവെല്ലായി. അപ്പോൾ ചേട്ടൻ പുറത്തേക്ക് പോയേക്കാൻ എന്തെങ്കിലും മേടിക്കാൻ വേണ്ടി പിന്നെ ടോയ്ലറ്റിൽ പോകണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടി പോയിക്കാട്ടെ. കുറച്ച് തുടങ്ങില്ലേ കുഞ്ഞിന് ഇവിടെ കിടന്നുറങ്ങി. കലാപറഞ്ഞു ഭയങ്കര കരച്ചിൽ ബഹളാണ്. എന്നിട്ട് എല്ലാവർക്കും ശല്യമായാലോ എന്ന് വിചാരിച്ചിട്ട് താഴെ കൊണ്ട് തടന്നുറക്കി. എന്നിട്ട് ഇങ്ങനെ തിരിച്ച് കയറിയിട്ടാണ്. ഒന്നും കാണാൻ പറ്റില്ല. ഞങ്ങൾ സിനിമ ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടാ. ചേട്ടാ മൂവി എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഇത് ഭയങ്കര ഇടച്ചലായിരുന്നു. ഇത് കരച്ചിലായി. എന്നിട്ട് എനിക്ക് ദേഷ്യം വന്ന് ഇതിന് മിരട്ടലായിരുന്നു എനിക്ക്. എന്നിട്ട് ലാസ്റ്റ് ആ കയറി വരണോടത്ത് പോയി നിന്നിട്ട് ഹലോ എന്നിട്ട് ആ കയറി വരണോടത്ത് പോയി നിന്നിട്ട് ഇതിനെ ഉറക്കി ഇവിടെ കൊണ്ടുപോകുന്നതാട്ടാ. ഉറങ്ങിയപ്പോ സീറ്റിൽ പോയിരുന്നു. അല്ലെങ്കിൽ അത് വേറെ ഇടച്ചലായിരിക്കും. ഇവിടെ ട്രീ ഒക്കെ വീണ്ടും ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടാണ്. എന്തൊരു പുറത്തെ വ്യൂ. അവിടെ എന്തോ ഒരു മാനിനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണാം. അത് ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും ഫുഡൊക്കെ എന്തെങ്കിലും കഴിക്കണം. വിശക്കുണ്ട് ചെറുതായിട്ട്. അപ്പൊ ഫുഡെന്ന് വെച്ചാൽ ചായ ഇല്ല, ഇവിടെ ഒന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാണ്ട് പോവില്ല. അപ്പൊ ഫുഡ് കഴിക്കണോട്ടേ പോവാം. ഇത് മറ്റേ സാന്താക്ലൂസിന് ഇതുണ്ട്. ഞാൻ നേരത്തെ വരുമ്പോൾ തന്നെ പറഞ്ഞില്ലേ മറ്റേ മാനിൻ്റെ കാര്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മറ്റേ സാന്താക്ലൂസിൻ്റെ മറ്റേ പോണ സാധനമില്ലേ അതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണേ. നല്ല ആംബിയൻസ് അവിടെയൊക്കെ. ഇവിടെ പിന്നെ കുറേ പേരിൽ നിന്ന് ഇപ്പോൾ കുറച്ച് പേരൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഇത് ശരിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഇതിൻ്റെ പണി ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ തന്നെക്കാളും ഭംഗിയിട്ട് അത് കൂടുതലൊന്നും കൂടി ലൈറ്റൊക്കെ ആക്കി അടിപൊളിയാക്കി ഉണ്ട് കേട്ടോ. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പിന്നെ അവിടെ എന്തോ വേറെ എന്തോ സാധനങ്ങളുണ്ട്, നോക്കാം. ഇവിടെ ക്രിസ്മസ് അപ്പൊക്കെ പോകണ്ടാ. ഇതെടുക്കാൻ പറ്റില്ല. കുഞ്ഞിലിയുടെ അടുത്ത് ഹായ് മേരി ക്രിസ്മസ് ഒക്കെ പറഞ്ഞിട്ട്, പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റില്ല. ആളെപ്പറ്റി കടന്നു. നമ്മൾ വന്നിട്ടുണ്ട് ടാക്കോ ബെല്ലിന് മറ്റുള്ള കടയൊക്കെട്ട എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് കയറിയത്. അപ്പം ഇത് എന്തൊരു സാധനം ഒന്നും എനിക്കറിയില്ല. ചേട്ടനാണ് വാങ്ങിയത്. ചേട്ടൻ വന്നു. കോള ടാക്കോ. ഓക്കെ, ഇതെന്താ അതെ കുഞ്ഞിലി ഇവിടെ നിന്ന് തിന്നണ്ടേ. കുഞ്ഞിലി ചിക്കനാണ് കേട്ടോ കൊടുക്കുന്നത്. കുഞ്ഞിലിക്ക് ടേസ്റ്റ് ഉണ്ട്. ഇത് റൈസായിട്ട് കൂട്ടി കഴിക്കുമ്പോൾ രസം കിട്ടാം. ഇത് ചിക്കനാണ്. ഇത് സോസേജാണ്. സോസേജ്, ചിക്കൻ, കോണ്, ഇതെന്തൊരു ഒരു തരം പയർ. ഇതിൻ്റെ അടിയിൽ റൈസ് ഉണ്ട്. അപ്പം ഞങ്ങളൊക്കെ കഴിച്ചിട്ട് വരട്ടാം. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയിട്ട വയറൊക്കെ ഫുള്ളായി. ഇനി രാത്രി വീട്ടിൽ ചെന്നിട്ട് ഫുഡ് കഴിക്കാൻ തോന്നില്ല. അതുമാതിരി ഫുഡ് കഴിച്ചിട്ടുണ്ട്. കണ്ടില്ലേ അതന്നെ, പക്ഷെ വയറൊക്കെ ഫുള്ളായിട്ടാണ്. ഇന്നും ഇവിടെ നല്ല രസമുണ്ട്. ക്രിസ്മസ് ട്രീ നല്ല ഭംഗിയുണ്ട് കേട്ടത്. ഈ ചേച്ചി എന്തൊക്കെയോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിന്
തൊപ്പിക്കൊരു പോലത്തെയാണെന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. തൊപ്പിയുടെ മേലുള്ള ഉണ്ട പോലത്തെ സാധനം നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ കാണാൻ. എനിക്ക് ക്രിസ്മസ് ട്രീ നല്ല ഇഷ്ടപ്പെട്ടു. അതും കുഴപ്പമില്ല, പക്ഷെ ഒന്നും മറ്റേ ഇതിനേക്കാളും കൂടുതൽ ഇഷ്ടമായിട്ട് ഈ സാധനം. പിന്നെ അത്യാവശ്യം നല്ല ബാഗുകൾ സാധനങ്ങളൊക്കെ ഉണ്ട്, ഭംഗിയുണ്ട്. പക്ഷെ അത്യാവശ്യം നല്ല റേറ്റാണ്. കുഞ്ഞിക്ക് നല്ല കുറുമ്പായ കാരണം അച്ഛനെടുത്ത് നടക്കാട്ടാ, അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഓടി നടന്ന് മെഴുകും. ഭംഗിണ്ടാ ഈ കളറാണ് കേട്ടോ. ഇതുണ്ടായിരുന്നു ഈ കളർ. ഇതെന്ന് എൻ്റെ ചേച്ചിട്ടാ. ഇത് ഈ കളറാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇതിന് പക്ഷേ ഷെയ്ഡുണ്ട്, പക്ഷെ ഇതിന് ഷെയ്ഡില്ല. ഞാൻ ഉദ്ദേശിച്ചതിന് ഷെയ്ഡുണ്ട്. എനിക്ക് മഞ്ഞ സ്പെക്സ് ഫ്രെയിമുള്ളത് ഇഷ്ടം. നാട്ടിൽ കുറേ കടയിൽ ഞാൻ തപ്പി നടന്നു, പക്ഷെ അപ്പോൾ ഒന്നും വാങ്ങാൻ പറ്റിയില്ല. നോക്കട്ടെ ഷെയ്ഡ് ഉണ്ടെങ്കിൽ നോക്കാം. പിന്നെ ഈ കളറും ഇഷ്ടമാണ്. ഇത് വലുതാട്ടോ ഇച്ചിരി. Apu. Kalki. പെണ്ണുങ്ങളുടെ ഡാൻസൊക്കെ കഴിഞ്ഞു, അല്ല പാട്ടൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ കഴിഞ്ഞു. ആൾക്കാർ പോവായിട്ടാണ്. ഇതേ കുഞ്ഞിൽ ഓടണം ആൾക്കാരുണ്ട്. ഇവിടെ ദേ പിന്നെ ഓണായി ഓഫായി നിൽക്കുകയാണല്ലോ. നല്ലത് മെട്രോ, ഇതിലെ മെട്രോ പോണ്ടിട്ടാ. നല്ല വ്യൂ. ഇത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതിലേക്ക് പോണ കാണാൻ നല്ല രസമായിട്ടാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം. ലൈറ്റില്ല, ലൈറ്റുള്ളപ്പോൾ കയറണമായിരുന്നു. ഇതിപ്പോൾ ലൈറ്റില്ലാണ്ട് കയറുമ്പോൾ ഭംഗിയുണ്ടോയെന്നറിയില്ല. എനിക്ക് എന്നാലും കയറി വെക്കട്ടാ. ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ് വേണ്ടതാണ്. ലൈറ്റ് ഉണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു. അവിടെ ലൈറ്റ് ഇടാനൊക്കെ പറയുന്നുണ്ട്, ഇടാം. പക്ഷേ എന്തോ ലൈറ്റ് ഉള്ളപ്പോൾ നിൽക്കേണ്ടതാണ്. അപ്പോഴാണ് ലുക്ക്. ലൈറ്റ് വന്നു. ചിരിച്ചേ ചിരിക്കി ചിരിച്ചേ. അങ്ങനെ നമ്മൾ തിരിച്ചു പോട്ടെ. നല്ല ട്രാഫിക്കാണ്. കുറച്ച് നേരം ഈ വണ്ടി തപ്പി നടക്കണം. എന്തായാലും പോവാം. ഇനി ഫെബ്രുവരിയിൽ വന്നിട്ടൊക്കെ ഇങ്ങോട്ട് വരാൻ. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച നമ്മൾ നാട്ടിലേക്ക് പോകും. നാട്ടിൽ നിന്ന് തിരിച്ച് വന്നിട്ട് ഇടയ്ക്കൊക്കെ വരാം. അങ്ങനെ വീട്ടിലെത്തിയിട്ട് കാണിക്കില്ലേ, ഇനി ഇവിടെ വെച്ച് വൈകിട്ടെത്തിയാൽ. കാരണം ഇനി വീട്ടിലെത്തിയിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ബായ് പറഞ്ഞേ. അപ്പം നമ്മുടെ വീഡിയോ ആരെങ്കിലും പുതുതായിട്ട് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രേ ഉള്ളൂ. അപ്പോൾ ബായ് പറഞ്ഞു. ബൈ.